ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ, ഓണസദ്യയാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇഞ്ചിക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇഞ്ചിക്കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു ഇരുമ്പുചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇരുമ്പുചട്ടി ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചിയെല്ലാം ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇത് വറുത്തെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇഞ്ചി നല്ലതുപോലെ മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളി അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് അതും ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. അപ്പോൾ ഇതാ ചെറിയ ഉള്ളി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചെറിയ ഉള്ളിയും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും കൂടെ ഒന്ന് മിക്സിയിൽ ഒരടി മാത്രം അടിച്ചേക്കണേ. ഇഞ്ചിയൊക്കെ വറുത്ത അതേ ബാലൻസായ എണ്ണയിലാണ് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2 പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കണം, മിക്സ് ചെയ്ത് കൊടുക്കണേ. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നെല്ലിക്ക വലുപ്പത്തിലാണ് ഞാൻ പുളി എടുത്തേക്കുന്നത്. അതിൽ ഞാൻ ചൂടുവെള്ളം വീത്തി കുറച്ച് നേരം അങ്ങനെ വെച്ചേക്കും കേട്ടോ. 1.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത് ചേർത്ത് കൊടുത്തത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇനി നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് കേട്ടോ. അപ്പം ശർക്കര ഞാൻ ഉരുക്കിയതിന് ശേഷമാണ് അരിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്തേക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം, നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടെ ഉള്ളത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി, കായപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ കായപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ മിസ്സായി പോയതാണ് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് കുറുവി വരപ്പം നമുക്ക് ഓഫ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചി റെഡി ആയിട്ടുണ്ടേ. ഇനി അടുത്ത് നമുക്ക് നാരങ്ങക്കറി തയ്യാറാക്കാം. നാരങ്ങക്കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പിലോട്ട് വെച്ചു. ചട്ടി ചൂടായപ്പം ഓയിൽ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ചേർത്ത് കൊടുത്തത് അരിഞ്ഞു വെച്ച് നമ്മുടെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കൂടെ തന്നെ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദാ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച നാരങ്ങ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നാരങ്ങ വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നാരങ്ങ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ ഒരു മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊന്ന് കുറുവി കണക്കല്ലേ വരുന്നത്, അപ്പം അതനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ആവശ്യാനുസരണം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറ്റി വരണം, അതാണ് ഇതിൻ്റെ ഒരു പരുവം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വേവട്ടെ, റെഡിയാവട്ടെ. ഇതിലൊരു 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ നാരങ്ങയുടെ കയ്പൊന്നും അറിയാതിരിക്കാനാണേ. അപ്പോൾ നമ്മുടെ നാരങ്ങക്കറി റെഡി കേട്ടോ. ഒട്ടും കയ്പില്ലാത്ത അടിപൊളി ടേസ്റ്റുള്ള നാരങ്ങക്കറി. അടുത്തത് നമ്മുടെ മാങ്ങ അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മാങ്ങ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇരുമ്പുചട്ടി അടുപ്പിലോട്ട് വെച്ചു. കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായപ്പം ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ ഇഞ്ചിയും കറിവേപ്പില എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അച്ചാർ പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. ഒട്ടും എരിയില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യാനുസരണം ഉപ്പും ചേർത്ത് കായപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണേ. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം.
ഇപ്പോൾ ആ മസാലയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ മാങ്ങ ഞാൻ തലേ ദിവസമേ ഉപ്പും കായപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതാ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത നമുക്ക് കിച്ചടി തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. കിച്ചടി തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പിലോട്ട് വെച്ചു. ചട്ടിയിൽ നമ്മൾ അരിഞ്ഞു വെച്ച വെള്ളരിക്ക പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളരിക്ക വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ, നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു 4 ചെറിയുള്ളി, ഒരു വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് തേങ്ങയും ജീരകവുമാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ചേർത്തിട്ട് നമ്മൾ നല്ലതുപോലെ അരയ്ക്കാൻ പാടില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ആ വെള്ളരിക്കയും ആ പച്ചമുളകും ഒക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ അരപ്പും നമ്മുടെ ആ വെള്ളരിക്കയൊക്കെ ആയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കറി ഇതാ ഒരുവിധം റെഡിയായി ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്തതിന് ശേഷമാണ് തൈര് ചേർക്കേണ്ടത് കേട്ടോ. നല്ലതുപോലെ ഉടച്ച് റെഡിയാക്കി എടുത്ത തൈരാണ് കേട്ടോ ചേർക്കുന്നത്. വലിയ പുളിപ്പില്ലാത്ത തൈര് നോക്കി നമ്മൾ ചേർക്കണേ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കിച്ചടി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണേ. പച്ചടി തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പിലോട്ട് വെച്ചു. അതിൽ വെള്ളരിക്കയും പച്ചമുളകും കൂടെ ഇട്ട് വേവിച്ചെടുക്കുവാണ് കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. സ്പീഡിന് പറഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്ത് നമ്മുടെ വെള്ളരിക്ക റെഡി ആയിട്ടുണ്ട്. അരപ്പ് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ കിച്ചടി തയ്യാറാക്കിയതുപോലെ തന്നെയാണ് കേട്ടോ അരപ്പ്. ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചതിന് ശേഷം പിന്നെ 1 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ അരപ്പ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് ഇപ്പം ഒന്ന് കുറുകി വരട്ടെ. ഇപ്പം നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ട തൈരിനെ ഉടച്ചെടുത്തിട്ട് ചേർക്കുകയാണ് കേട്ടോ. പുളി കുറഞ്ഞ തൈര് തന്നെ ചേർക്കണേ, എങ്കിലേ കറിക്ക് ടേസ്റ്റ് നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ഇനി താളിച്ചും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചടി തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണേ. ബീട്രൂട്ട് പച്ചടി നമ്മൾ പച്ചടി തയ്യാറാക്കിയതുപോലെ തന്നെയാണ്. വെള്ളം ഒഴിച്ച് ഉപ്പും വീത്തി അത് വേവിച്ചെടുക്കുക. വേവിച്ചതിന് ശേഷം നമ്മൾ തേങ്ങയും അതുപോലെ തന്നെ അരച്ച് ചേർത്തതിന് ശേഷം തൈരും ചേർത്ത് കടു താളിച്ചെടുക്കണേ. അപ്പോൾ അടുത്ത് തയ്യാറാക്കാൻ പോകുന്നത് അവിയലാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അവിയൽ തയ്യാറാക്കാനുള്ള വെജിറ്റബിളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്ക് അടുപ്പിലോട്ട് വെച്ച് വേവിച്ചെടുക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഒന്നിട്ട് ചതച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ചതച്ചെടുക്കുക. അതിന് ശേഷം നമ്മുടെ ആ വെജിറ്റബിളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പൊക്കെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ആ ഒരു കുറച്ചും കൂടെ ഒന്ന് വെന്ത് വരാനുണ്ട്. ഇതൊന്ന് വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ഇറക്കി വയ്ക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമ്മൾ വെച്ച് കൊടുക്കാൻ പോകുന്നത് ക്യാരറ്റ് തോരനാണേ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ക്യാരറ്റ് തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പിലോട്ട് വെച്ചു. ചട്ടി ചൂടായപ്പം എണ്ണ ഒഴിച്ചു, കടുകിട്ടു. ഇനി നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ആവശ്യാനുസരണം ഉപ്പും ചേർത്ത് ആവശ്യത്തിന് ഇത് വേവുന്നതിനുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ അരപ്പെന്ന് പറയുമ്പം തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയാണ്. അപ്പോൾ അതൊന്ന് ചതച്ചെടുത്തിട്ട് ഇതിനകത്ത് വറ്റിയതിന് ശേഷം നമുക്ക് ചേർത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് തോരൻ റെഡിയാകും കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ടേ. അടുത്തത് മുട്ടക്കോസ് തോരനാണേ. മുട്ടക്കോസ് തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനൊരു ഇരുമ്പുചട്ടി അടുപ്പിലോട്ട് വെച്ചു. ഇരുമ്പുചട്ടി ചൂടായപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു, കടുകിട്ടു. അതിനുശേഷം വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു ഒന്ന് മൂപ്പിച്ചെടുക്കണേ. ഇനി നമുക്ക് മുട്ടക്കോസ് ഇട്ട് കൊടുക്കാം.
ആവശ്യാനുസരണം വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചതിന് ശേഷം കുറച്ച് തേങ്ങ തിരുവി ചേർത്താൽ മതി കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് വേണം നമുക്ക് വേവിക്കാൻ. പിന്നീട് തേങ്ങ തിരുവി വേറെ അരയ്ക്കൊന്നും വേണ്ട. നമ്മൾ തേങ്ങ മാത്രം ഇട്ടൊന്ന് ചിക്കി തോത്തി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മുട്ടക്കോസ് തോരൻ റെഡിയാവും. അപ്പോൾ നമ്മുടെ മുട്ടക്കോസ് തോരൻ റെഡി ആയിട്ടുണ്ടേ. അടുത്തത് തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പരിപ്പ് നോക്കാം. പരിപ്പ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. പരിപ്പ് പയർ കുക്കറിലിട്ട് നല്ലതുപോലെ വേവിച്ചെടുത്തതിന് ശേഷം തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും പിന്നെ ചെറിയ ഉള്ളിയും കൂടെയൊക്കെ നന്നായിട്ടൊന്ന് അരച്ച് കറിവേപ്പിലയും കൂടെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് പയർ വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഇരിക്കും അപ്പോൾ അതും കൂടെ ചെയ്ത് നല്ലതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ കലക്കി ഒഴിച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം കടുക് താളിച്ച് ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പരിപ്പ് റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് സാമ്പാർ തയ്യാറാക്കാം. അപ്പോൾ ഇന്നത്തെ സാമ്പാർ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം സാമ്പാർ പരിപ്പ് കഴുകി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് എല്ലാ വെജിറ്റബിളും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഒത്തിട്ട് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് സാമ്പാർ തയ്യാറാക്കാൻ പറ്റും. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ടില്ല, ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പുളിവെള്ളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില എത്രത്തോളം ഇടുന്നു അടിപൊളിയാണ് കേട്ടോ സാമ്പാറിന്. അപ്പോൾ ചില ആൾക്കാർക്ക് മല്ലിയില ഇട്ട് കഴിക്കുന്ന ഇഷ്ടമല്ലായിരിക്കും, പക്ഷേ എനിക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലതുപോലെ സാമ്പാറിലും രസത്തിലും ഒക്കെ മല്ലിയില ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. പിന്നെ ഇത് പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു സ്പൂണും കൂടെ ഇട്ടിട്ടാണ് കുക്കർ അടച്ച് വയ്ക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേവിച്ചെടുക്കാം. രണ്ട് വിസിൽ മാത്രം അടിച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് സാമ്പാർ തയ്യാറാക്കാൻ പറ്റുമേ. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അടുത്തത് രസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. രസം തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചു. ചട്ടി ചൂടായപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ചൂടായപ്പം ഞാൻ കടുകിട്ട് കൊടുത്ത് അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ജീരകം എല്ലാം കൂടെ ഒന്ന് ചതച്ചത് ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മീഡിയം ലെവലിൽ 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി ആ തക്കാളി ഒന്ന് വേവട്ടെ. പിന്നെ കുറച്ച് വറ്റൽമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല എരിയുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർക്കുന്നത് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില അത്യാവശ്യം ഞാൻ നല്ലതുപോലെ ചേർക്കും കേട്ടോ. സാമ്പാറിലും രസത്തിലൊക്കെ എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ലതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനൊന്ന് വേവിച്ചൊന്ന് വറ്റിച്ചെടുക്കണം. ഓവറായിട്ട് വറ്റണ്ട, നമുക്ക് രസം കുറുവി കണക്ക് ഇരിക്കണ്ട, എന്നാലും ഒരു കട്ടി വേണം കേട്ടോ. അപ്പോൾ ദാ ഞാനൊന്ന് അടച്ചു വെച്ചത് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ ദാ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത പുളിശ്ശേരി തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത തയ്യാറാക്കാൻ പോകുന്നത് കടലപ്രഥമനാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ അല്ല കടലപ്രഥമൻ്റെ. അത് ഫുള്ളായിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. നമുക്കത് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ എടുക്കാം കേട്ടോ. കടലപ്രഥമൻ വെക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചു. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ചൂടായപ്പോൾ കടല വേവിച്ച് വെച്ച കടലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വേവിക്കാൻ നമ്മൾ കുക്കറിൽ വേവിക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിൽ നല്ലതുപോലെ വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. സ്പൂണ് വെച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ ഉടച്ചെടുത്തതാണേ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം വേവിച്ച് വെച്ച ചവ്വരി ചേർത്ത് കൊടുക്കണം. ചവ്വരിയും കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഒറ്റ വിസിൽ കേട്ടാൽ മതി കേട്ടോ, ചവ്വരി വെന്ത് കിട്ടും. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്ത് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ.
ഇനി ചേർത്ത് കൊടുത്തത് ഞാൻ പാലാണ് കേട്ടോ, തേങ്ങാപ്പാലല്ല, പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ്, ഒരു പാലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് റെഡി ആവട്ടെ. അതിന് ശേഷം ഏലക്ക പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഉരുക്കി വെച്ച് നമ്മുടെ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിച്ചാണ് ചേർക്കുന്നത്. അത് നല്ലതുപോലെ ചേർത്ത് മധുരത്തിനനുസരിച്ച് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. കടലപ്രഥമൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. സപ്പോർട്ട് ചെയ്യുക, ഫുള്ളായിട്ട് വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ഓണാശംസകൾ അറിയിക്കുന്നു. നല്ല വെറൈറ്റി വീഡിയോസുകളുമായി നമുക്ക് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ടാറ്റാ ബൈ ബൈ, സീ യു.